കുഞ്ഞുമോൾക്കായി നാടൊന്നാകെ രാത്രി മൊത്തം തിരച്ചിൽ നടത്തുമ്പോഴും പോലീസ് കസ്റ്റഡിയിൽ ഒരു തരി പോലും കുറ്റബോധമോ സങ്കടമോ ഇല്ലാതെ കല്യാണിയുടെ അമ്മ സന്ധ്യ. രാത്രി പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണവും കഴിച്ച് ഇവർ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. ഇവർക്ക് യാതൊരു കുറ്റബോധമോ സങ്കടമോ ഇല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അങ്കണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുന്നതിനിടെ കുട്ടിയെ കാണാതായി എന്നാണ് സന്ധ്യ വീട്ടിൽ എത്തിപ്പറഞ്ഞത്. വീട്ടുകാർ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പാലത്തിൽ നിന്ന് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞതായി സന്ധ്യ സമ്മതിച്ചത്. കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 9 മണിയോടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുട്ടിയുടെ പിതാവിന്റെ വീടായ പുത്തൻകുരിശിലെ മറ്റക്കുഴിയിൽ എത്തിക്കും. കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. കുട്ടിയുടെ അമ്മയെ പ്രതിയാക്കിയാണ് കൊലപാതക കേസെടുക്കുക. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തിരോധാനവുമായി ബന്ധപ്പെട്ട പുതിയ വകുപ്പുകളും ഉൾപ്പെടുത്തും. കുട്ടിയുടെ അമ്മയെ ചികിത്സിച്ച മാനസികാരോഗ്യ വിദഗ്ധരുടെ മൊഴിയും രേഖപ്പെടുത്തും. നേരത്തെയും കുട്ടിയെ അമ്മ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി കുട്ടിയുടെ പിതാവിന്റെ കുടുംബം ആരോപിച്ചു. കുടുംബ പ്രശ്നത്തെ തുടർന്ന് കുട്ടിയെ യുവതി പലതവണ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പുത്തൻകുരിശ് പോലീസിന് കുടുംബം നൽകിയ മൊഴി. അതേസമയം പ്രതിയായ സന്ധ്യ മകനെയും മകളെയും നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് വിവരം. തന്നെയും അനിയത്തിയെയും അമ്മ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും അമ്മയെ ഞങ്ങൾക്ക് പേടിയായിരുന്നുവെന്നും മകൻ പറഞ്ഞു. അമ്മ ഞങ്ങളുടെ തലയ്ക്ക് ടോർച്ച് കൊണ്ട് അടിച്ചിരുന്നു. ഇതിനുശേഷം എൻ്റെ തലയിലും കല്യാണിയുടെ ചെവിക്ക് പിൻഭാഗത്തും പരിക്കേറ്റു. ഞങ്ങളെ 2 പേരെയും അമ്മ ഒരുമിച്ചാണ് ഉപദ്രവിച്ചിരുന്നത്. എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന് പോലും അറിയില്ല. അമ്മയുടെ വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും മകൻ കൂട്ടിച്ചേർത്തു. സന്ധ്യയുടെ സ്വഭാവത്തിൽ ദുരൂഹതയുള്ളതായി തോന്നിയിട്ടുണ്ടെന്ന് ഭർത്താവ് സുഭാഷും പറഞ്ഞിരുന്നു. സന്ധ്യയ്ക്കൊപ്പം പോകരുതെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നതാണ്. സന്ധ്യയെ ഉപദ്രവിച്ചിട്ടില്ല. സന്ധ്യയ്ക്കാണോ അവരുടെ വീട്ടുകാർക്കാണോ മാനസികാസ്വാസ്ഥ്യമെന്ന് അറിയില്ലെന്നും സുഭാഷ് പറഞ്ഞു. അതേസമയം സന്ധ്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവാണെന്നും മർദ്ദിക്കാറുണ്ടെന്നുമാണ് സന്ധ്യയുടെ മാതാവിന്റെ ആരോപണം. ഇന്നലെ വൈകിട്ട് സന്ധ്യ ഇവിടെ വന്നിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞു. കൊച്ചെവിടെ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. രാത്രി 7 മണിക്കാണ് വന്നത്. ഇവിടെ മകൾ വന്ന് നിൽക്കാറില്ല. അതിന് ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കാറുമില്ല. സന്ധ്യയും ഭർത്താവും തർക്കം പതിവാണ്. സുഭാഷ് മർദ്ദിക്കാറുണ്ടെന്ന് സന്ധ്യ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നയാളല്ല സന്ധ്യ. വീട്ടുജോലി ചെയ്യുന്നതിലൊക്കെ മടിയാണ്. അത് പറഞ്ഞ് ഭർത്താവുമായി വഴക്ക് പതിവാണ്. കുട്ടികളെ ഇവിടെ നിർത്താൻ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. മകൾക്ക് മാനസിക പ്രശ്നമില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭർത്താവിൻ്റെ വീട്ടുകാർ കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് പ്രയാസങ്ങളില്ലെന്ന് ഉറപ്പാക്കിയെന്നും സന്ധ്യയുടെ മാതാവ് പറഞ്ഞു. അതേസമയം കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് പാട്ടുപാടുന്ന കല്യാണിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ടോവിനോ തോമസ് നായകനായ ARM സിനിമയിലെ വൈക്കം വിജയലക്ഷ്മി പാടിയ അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പ എന്ന് പാട്ടുപാടുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. അങ്കണവാടിയിലെ കൂട്ടുകാർക്കൊപ്പമാണ് കല്യാണി പാട്ടുപാടുന്നത്. കല്യാണിയെ എപ്പോഴും ചിരിച്ചേ കാണാറുണ്ടായിരുന്നുള്ളൂ എന്ന് തിരുവാണിയൂരിലെ അങ്കണവാടി ടീച്ചർ ഓർത്തു. ഇന്നലെയും പതിവ് പോലെ രാവിലെ അങ്കണവാടിയിൽ എത്തിയതായിരുന്നു കല്യാണി. അമ്മയാണ് കൊണ്ടുവിട്ടിരുന്നത്. അങ്കണവാടിയിൽ വന്നാൽ ഉത്സാഹത്തോടെ ഇരിക്കുന്ന കുട്ടിയാണ് കല്യാണിയെന്നും ടീച്ചർ പറഞ്ഞു. കളറിംഗ് ചെയ്യുന്നതിലും മിടുക്കിയായിരുന്നു. അമ്മ വരുമ്പോൾ കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് ടീച്ചർ വ്യക്തമാക്കി. തിങ്കളാഴ്ചയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കല്യാണിയില്ലാതെ അമ്മ സന്ധ്യ വീട്ടിലെത്തിയതോടെ കാര്യം തിരക്കിയപ്പോഴാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ വിവരം അറിയുന്നത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ 2:20 മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.